രേണു സുധിയെ അറിയാത്തവരായി ആരുമില്ല. കൊല്ല സുധിയുടെ വൈഫ്, ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ്. ഒരുപാട് നെഗറ്റീവ് ഇമേജിലൂടെ വൈറലായ ഒരു സാധാരണ സ്ത്രീ. രേണു സുധിയുടെ ഹസ്ബൻഡ് മരിക്കുവോളം അധികമാരും ഇവരെ വിമർശിക്കാത്ത ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. സുധിയുടെ മരണശേഷമാണ് സുധിയെ ആളുകൾ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായത്. സുധിയുടെ മരണശേഷം കുറേ നാൾക്ക് ശേഷമാണ് രേണു അഭിനയരംഗത്ത് എത്തുന്നത്. രേണു അഭിനയരംഗത്തേക്ക് എത്തിയതോടെയാണ് രേണു വിമർശനങ്ങൾക്ക് ഇരയാവുന്നത്. അങ്ങനെ രേണു വൈറലായി നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്. പിന്നീട് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന സംഭവങ്ങളെല്ലാം രേണുവിൻ്റെ ബിഗ് ബോസിലെ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും. ഞാൻ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ വന്നത് ബിഗ് ബോസിലെ കാര്യങ്ങളല്ല, രേണുവിൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയുന്ന നിമിഷ ബിജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നിമിഷയെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നിമിഷയെ അറിയാം. ഇപ്പോൾ അതല്ല പ്രശ്നം വന്നിരിക്കുന്നത്. രേണുവിൻ്റെ വീട്ടിൽ നിങ്ങളൊക്കെ കണ്ടു കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും. രേണുവിൻ്റെ വീട്ടിൽ ഈ നിമിഷ ചെന്നിരുന്നു. അന്ന് രേണുവിനെ സങ്കടപ്പെടാതെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. രേണു പറയുന്നുണ്ട്, ഞാൻ ഇവളെ ആദ്യമായി കാണുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ എന്ത് ചേർത്ത് നിർത്തിയാണ് രേണു അത് പറയുന്നത്. പിന്നീട് ഈ നിമിഷ നേരെ രേണുവിന് ഓപ്പോസിറ്റ് വന്നിരുന്ന് സംസാരിക്കുന്നതാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇവരെന്ത് സംഭവിച്ചെന്നോ എങ്ങനെ സംഭവിച്ചെന്നോ ഒന്നുമില്ല. രേണു ഇതിനിടയ്ക്ക് ഭയങ്കര വിഷയമുണ്ടായ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ നോക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും താമസിക്കാതിരുന്ന കുഞ്ഞിനെ ആരും നോക്കും? നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ നിമിഷം അന്നേരം സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ നല്ലൊരു അമ്മയായി, ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ വളർത്തിക്കോളാം കുഞ്ഞിനെ, രേണുവിന് നോക്കാൻ വയ്യെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പല വീഡിയോയിലും ഈ നിമിഷ രേണുവിനെ കുറ്റപ്പെടുത്തിയും താഴ്ത്തി കെട്ടിയും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ എന്ത് കാരണത്താലാണെന്നറിയില്ല, ഇവർ രേണുവിനെ ഒരുമാതിരി ശത്രുവിനെ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ രേണുവിൻ്റെ പല കാര്യങ്ങളും എനിക്കറിയാം, ഞാനെല്ലാം വിളിച്ചു പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിനകത്തിൽ പറയുന്ന വീഡിയോ നമ്മളെല്ലാം കണ്ടു കാണുമല്ലോ. സത്യത്തിൽ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഇവരുടെ വിചാരം ഇവർ ഭയങ്കര കുലസ്ത്രീയാണെന്ന്. സത്യത്തിൽ ഇവരുടെ വീഡിയോ ഒക്കെ പോയി നോക്കിയാൽ അറിയാം. ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഓടിച്ചിട്ട് അടിക്കാൻ തോന്നും. അതുപോലത്തെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. സത്യത്തിൽ ഈ രേണു സുധി എന്ന വീട്ടമ്മ എന്ത് തെറ്റാണ് ചെയ്തത്? അവരാരെങ്കിലും ദ്രോഹിക്കാൻ പോയോ? ആരുടെയെങ്കിലും പിടിച്ചു മേടിക്കാൻ പോയോ? ആരെങ്കിലും പൈസ കടം ചോദിച്ചോ? ആരോടെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ആരുടെയെങ്കിലും കുറ്റം വന്ന് ഇൻ്റർവ്യൂവിലിരുന്ന് പറഞ്ഞ് അവരെ നാണം കെടുത്തുന്നുണ്ടോ? ആരുടെയെങ്കിലും ചേഷ്ടകൾ കാണിക്കുന്നുണ്ടോ? അവർ അഭിനയിക്കുന്നു, അവരവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മറുപടി പറയുന്നു എന്നല്ലാതെ അവർ വേറെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ചില സമയത്ത് അവരുടെ വായിൽ നിന്ന് ചില വാക്കുകൾ വീണത് തെറ്റായി പോയിട്ടുണ്ടെന്ന് അവർ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടുണ്ടായ സമയത്ത് തന്നെ അവർ മാപ്പ് പറയുന്നതുമുണ്ട്. ഈ നിമിഷ എന്ന് പറയുന്ന സ്ത്രീ പൈസ വാങ്ങിയതിന് ശേഷമാണ് രേണു സുധിക്ക് ഓപ്പോസിറ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതാണെന്നാണ് ചിലർ പറയുന്നത്. ശരിയായിരിക്കാം. കാരണം അത്രയും രേണു സുധിയുടെ വീട്ടിൽ പോയി രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരു സ്ത്രീ പിന്നീട് കാരണം അറിയുന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും പൈസ കൊടുത്തിട്ടായിരിക്കുമല്ലോ അവരും അങ്ങനെ പറയാൻ തുടങ്ങിയത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അബോർഷൻ. രേണു സുധി അബോർഷൻ ചെയ്തു. രേണു സുധി ഇവിടെ ഇല്ലാത്ത ഒരു സമയത്ത് അവരെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്നതിനെതിരെ ശിക്ഷാ നടപടി എടുക്കേണ്ടതാണ്. അവരിവിടെ ഇല്ലാത്തപ്പോൾ അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് അപവാദം വരുത്തുന്നതിനെതിരെ തീർച്ചയായിട്ടും കേസെടുക്കേണ്ടതാണ്. കാരണം ഒരു അബോർഷൻ എന്ന് പറയുന്ന കാര്യമൊന്നും ഈസി ആയിട്ട് നടക്കുന്ന സംഭവമല്ല. അതിനൊക്കെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ചെന്ന് ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യണം, ഒപ്പ് വേണം, ബ്ലഡ് എല്ലാം അറേഞ്ച് ചെയ്യണം. ചുമ്മാ ചാടി കയറി ചെന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ കൂട്ടി ഓപ്പറേഷനൊന്നും ചെയ്ത് കൊടുക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലത്തുള്ള. അതിനെല്ലാം റെക്കോർഡുകളുണ്ട്. എല്ലാവരും കുടുങ്ങുന്ന കാര്യമാണ്. ഇതൊക്കെ ചിന്തിക്കാതെ എന്തൊക്കെയാണോ ഈ ഹനാനൊക്കെ വിളിച്ച് പറയുന്നത്. ഇതൊക്കെ ഇവർ കൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ ഈ ഹനാനൊക്കെ ശരിക്കും കുടുങ്ങും. ഹനാനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്ന ആ സ്ത്രീ, അവർ എല്ലാ സ്ത്രീകൾക്ക് നേരെയും തെളിവ് കൊണ്ടുവന്ന് നിരത്തി എന്തൊക്കെയോ ചെയ്യുന്ന വലിയ സംഭവമായിട്ടാണ് കരുതുന്നത്. അവർക്ക് ഈ പോലീസിലോ വല്ല കോടതിയിലോ വക്കീലോ ആയിട്ടൊക്കെ ജോലി കിട്ടേണ്ട സ്ത്രീയായിരുന്നു. അവരുള്ള വീഡിയോയിലെല്ലാം വന്ന് എല്ലാവരുടെയും തെളിവ് കൊണ്ടുവന്നിട്ടാണ് സംസാരിക്കുന്നത്. എന്തോ തെളിവ്, കാശ് കൊടുത്ത് തെളിവ് ഉണ്ടാക്കുകയാണ് അവർ. ശരിക്കും അവർ കാശ് കൊടുത്ത് വീഡിയോയ്ക്ക് റീച്ചാകാൻ വേണ്ടി ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത് കൂടുതലും.